ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഇന്നലെ നിർത്തിയത് ഈ ഒരു ലോഗിൻ്റെ സ്ക്രീനിലായിരുന്നു. ഇന്നലെ നിർത്തിയത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ലേഔട്ടും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇയാളത് ഇതൊന്ന് മെനയാക്കാനുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജറായിട്ട് വൃത്തിയാക്കാനുള്ള കാര്യം ഈ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫീൽഡാണ്. സോ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്ട്രോക്കിനെ കവർ ചെയ്തിരിക്കുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ ഈ ഒരു സൈസ് അത്ര ആപ്റ്റ് അല്ല. നമ്മൾ ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 1:1 ഒരു സ്ക്വയറിൻ്റെ അകത്തുള്ള പോലെ നിൽക്കുന്നത്. സോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സോ ഇതൊന്ന് മെനയാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊന്ന് വൃത്തിയാക്കാന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ലേഔട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് മാച്ചിന് കൊടുക്കാം, വിഡ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കാം, ലൈക്ക് 35 dp എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇത് കുറച്ചൊന്ന് വിഡ്ത്ത് കൂടിയിട്ട് ഒരു 38 കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ അത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നമ്മുടെ ഈ ഒരു ലൈനിനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഐക്കണ് ഒരു മാർജിൻ കൊടുക്കാം. നമ്മുടെ ആ ഒരു സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് 1 dp ആണ്. സോ ഈക്വലന്റ് മാർജിൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രോക്ക് വിസിബിൾ ആയിരിക്കും. സ്റ്റിൽ ആ ഒരു റൗണ്ടഡ് കോർണറിനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കോർണർ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും ഹൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോർണർ നമുക്ക് ശരിക്കും റൗണ്ട് ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഈ കണ്ടെയ്നർ ലേഔട്ട്, ഇമേജ് വ്യൂ ഉള്ള ഈ ഒരു ലേഔട്ടിനെ ഞാനൊരു ഡ്രോയബിൾ ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രോയബിൾ, നമുക്ക് ആക്ച്വലി ഡ്രോയബിൾ ഇല്ല, പക്ഷെ ഞാൻ അതിൻ്റെ പേരടിക്കുകയാണ്. സോ ഐ ജസ്റ്റ് സേ background edt background login edt background login edt icon എന്ന് കൊടുക്കും. ഓക്കെ, വിച്ച് മീൻസ് അത് ഐക്കൺ ആണെന്നുള്ള രീതി. സോ ആക്ച്വലി ഇവിടെ റെഡ് ലൈൻ വരും, അതായത് ഇങ്ങനെ ഒരു കനോട്ട് റിസോൾവ് എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ഡ്രോയബിൾ റിസോഴ്സിൽ ജസ്റ്റ് എൻ്റർ ചെയ്യുക. സോ ഇവിടെ സെലക്ട് മാറ്റി ഞാൻ ഷേപ്പ് ആക്കുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ സോ ഷേപ്പ് ആക്കി, ഷേപ്പിൻ്റെ അകത്ത് എന്ത് ഷേപ്പാണ് വേണ്ടത്, റെക്റ്റാങ്കിൾ ആണ് വേണ്ടത്. സോ ഇത് ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കും. സോളിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ ഞാൻ വൈറ്റ് എന്ന് കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് 2 കോർണർ എന്ത് ചെയ്യണം, റേഡിയസ് കൊടുക്കണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യും, കോർണർ എന്നുള്ള ടാഗ് തുറക്കും. കോർണർ നമുക്ക് വേണ്ടത് ഈ 2 കോർണർ മാത്രം കർവ് ചെയ്താൽ മതി, ഈ 2 വേണ്ട. സോ അങ്ങനെയാണ് നമ്മുടെ ഇതിലുള്ള അല്ലേ, ഈ 2 കോർണർ, അതായത് ടോപ്പ് ലെഫ്റ്റും ബോട്ടം ലെഫ്റ്റും നമ്മൾ എന്ത് ചെയ്യും, കോർണർ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് 2 പ്രോപ്പർട്ടി ഉണ്ട്. ബോട്ടം ലെഫ്റ്റ് റേഡിയസ് 5 dp. ഓക്കെ, അതുപോലെ ടോപ്പ് ലെഫ്റ്റ് നമ്മൾ 5 dp എന്ന് കൊടുത്തു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ലേഔട്ട് നോക്കുമ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് പ്രിറ്റി ആയിട്ടുണ്ട് കാര്യം. സോ ഈ സെയിം കോഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാരന്റിനെ ഞാൻ തിരിച്ച് ഈ ഒരു ഇതിലോട്ടും ഇടുന്നു. ഓക്കെ, സോ എന്തായി, ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഓക്കെ ആണ് കാര്യം. ലേഔട്ട്, ഈ ഒരു ലേഔട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓക്കേഷ് ആണ് ഇപ്പോൾ, പക്ഷെ എന്തായാലും ഒട്ടും അത്ര സിമിലർ അല്ല. കാര്യം നമുക്ക് ഈ ഒരു ഫോണ്ട് ഇപ്പോഴും മിസ്മാച്ച് ഉണ്ട്. ഇത് ആക്ച്വലി മോൺസെറാട്ട് എന്നാണ് ഫോണ്ട്. സോ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഗൂഗിൾ ഫോൺസ് ഉണ്ട്. fonts.google.com അകത്ത് പോവാ, ലൈക്ക് fonts.google.com. സോ നമ്മൾ യൂസ് ചെയ്ത UI ഡിസൈൻ്റെ അകത്ത് യൂസ് ചെയ്ത ഫോണ്ട് മോൺസെറാട്ട് ആണ്. സോ നമുക്ക് ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഈ എല്ലാ ഫോണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബോൾഡ്, ലൈറ്റ്, റെഗുലർ, ഈ 3 ഫോൺസ് ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ കേസ് വേറെ ഏതെങ്കിലും ആവശ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ യൂസ് ചെയ്യാം. സോ ഞാൻ ആ ഫോൺസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസോഴ്സസിൽ ആ ഫോണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ റിസോഴ്സസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ആൻഡ്രോയിഡ് റിസോഴ്സ് ഡയറക്ടറി സെലക്ട് ചെയ്യുക. വാല്യൂസിന് പകരം ഇവിടെ നമുക്ക് ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫോണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു. ഇവിടെ ഫോണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഗിറ്റിലോട്ട് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു, ഞാൻ ആഡ് അടിച്ചു. ഓക്കെ, സോ ആക്ച്വലി ഇത് എറർ കാണിക്കുന്നുണ്ട്. കേസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റൽ ലെറ്ററും പിന്നെ ഈ ഹൈഫണും കാര്യങ്ങളൊന്നും ഫോണ്ടിൻ്റെ അകത്ത് സപ്പോർട്ടർ അല്ല. സോ ഞാൻ
ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാണ്. ഓക്കെ, സോ ഇങ്ങനെ ക്യാപ്സ് ഞാൻ കളയുന്നുണ്ട്, ലൈക്ക് സ്മോളാക്കി. മോൺസറായിട്ട് നമുക്ക് വേണ്ട, ഫോണ്ട് ബോൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഫോണ്ട് ഇത് തിന്നല്ല, ഓക്കെ ഫോണ്ട് ലൈറ്റ്. ഓക്കെ, ഫോണ്ട് ലൈറ്റ് എന്ന് കൊടുത്തു. ആക്ച്വലി ഇറ്റ്സ് ഫോണ്ട് റെഗുലർ. ഓക്കെ, സോ അങ്ങനെ റീനെയിം ചെയ്തു. സോ അങ്ങനെ റിട്ടേൺ ചെയ്താൽ ആ ഒരു എറർ ഡിസപ്പിയർഡ് ആവും. ഓക്കെ, സോ സ്റ്റിൽ നമുക്ക് ഈ ഒരു ഫോണ്ട് ഇവിടെ മാറ്റാനുണ്ട്. സോ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. 16 DP ഒരു സഫീഷ്യൻറ്റ് സൈസ് അല്ല, ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫോണ്ട് കസ്റ്റം ഫോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ട് ഫാമിലി എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഫോണ്ട് ബോൾഡ് പ്രഡിക്ഷൻ വന്നിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഇപ്പം എന്താ ഇത് ഫോണ്ട് അതായിട്ടുണ്ട്. സോ അത് ഓക്കെ ആണ്. പിന്നെ ഇവിടെ ഇത് റെഗുലർ ആക്കണം. സോ ഫോണ്ട് ഫാമിലി റെഗുലർ. സോ ഇതിപ്പോൾ നമ്മൾ ഏത് ടെക്സ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ റെഗുലർന്ന് ബൈ ഡിഫോൾട്ട് കൊടുക്കേണ്ടി വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ ഡിഫോൾട്ട് ആപ്പിൻ്റെ ഒരു ഫോണ്ട് എന്താണ് റെഗുലർ ആണെന്നുള്ളത് തീമിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഡിഫോൾട്ട് ഫോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാല്യൂസിൻ്റെ അകത്ത് തീംസിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യാം. അതായത് ഈ ബേസ് അപ്ലിക്കേഷൻ തീമിലൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോണ്ട് ഐറ്റം നെയിം ഈക്വൽ ടു ഫോണ്ട് ഫാമിലി എന്നുണ്ട്. സോ ആൻഡ്രോയിഡ് ഫോണ്ട് ഫാമിലി എന്ത് ചെയ്യും, റെഗുലർ ഫോണ്ടായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, സോ അത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബൈ ഡിഫോൾട്ട് എല്ലാ ഫോൺസും കണ്ടോ, ഇതിപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഫോണ്ട് അല്ല, അത് ജസ്റ്റ് എന്ത് ചെയ്തു റെഗുലർ ഫോണ്ടിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ എല്ലാ ഫോണ്ടും എന്താണ് ഇപ്പോൾ മോൺസെറാട്ട് ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ലോഗിൻ നമുക്ക് കളർ മാറ്റാനുണ്ട്. സോ എനിക്കിവിടെ ടിൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ടിൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ടിൻറ്റ് നമുക്ക് ഗ്രീൻ ആണ് വേണ്ടത്, ഗ്രീൻ ആക്കി. പിന്നെ ഫോണ്ട് ബോൾഡ് ആക്കണം, ഫോണ്ട് ഫാമിലി ബോൾഡ് ആക്കി. സോ എന്തായി, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കേഷ് ആണ് നമ്മുടെ UI കമ്പയർ ചെയ്യുമ്പോൾ. യെസ്, ഓൾമോസ്റ്റ് ഓക്കേഷ് ആണ്. പക്ഷെ നമ്മളൊരു സ്റ്റിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, ഇത് മിസ് ചെയ്തു. സോ അതിലോട്ട് വരാം. പിന്നെ ഇത് നമ്മൾ ടിൻറ്റാണ്, ടിൻറ്റിന് നമ്മൾ കളർ കൊടുക്കുന്നില്ല, ടിൻറ്റ് ഗ്രേ ആക്കിയിടാം. ടെക്സ്റ്റ് കളർ ഗ്രീൻ ആക്കാം നമുക്ക്. സോ ടെക്സ്റ്റ് കളർ ഓൾറെഡി ഗ്രീൻ ആണോ? ഓക്കെ, ടെക്സ്റ്റ് കളർ ഓൾറെഡി ഗ്രീൻ ആണ്. സോ അതിനെ പറ്റി നമ്മൾ ബോധേഡ് ആവണ്ട. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഫോണ്ട് ശരിക്കും ലൈറ്റ് അല്ല വരുന്നത്, റെഗുലർ അല്ല വരുന്നത്. സോ ഇത് ശരിക്കും സെമി ബോൾഡ്. ഓക്കെ, സോ നമുക്ക് സെമി ബോൾഡ് ഫോണ്ടും കൂടെ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, സെമി ബോൾഡ്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഫോണ്ട് സെമി ബോൾഡ് എടുത്തു. ആ ഒരു ഡയറക്ടറിയിലോട്ട് ഞാൻ സിംപ്ലി പേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഫാമിലി നമുക്ക് സെറ്റ് ചെയ്യാം, സെമി ബോൾഡ് എന്ന് കൊടുക്കാം. സോ ദ സെയിം കേസ് ഈ പാസ്വേഡിനും. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്, കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഓക്കെ, ഒരു നൈസ് നീറ്റ് UI ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലോഗിൻ ടെക്സ്റ്റ് കളർ ശരിക്കും ബ്ലാക്ക് ആൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ദ ഗോ ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ എവറിത്തിങ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഗോ. ഓക്കെ, ഫോണ്ട് സൈസ് എന്നാലും പ്രശ്നമുണ്ട്. സോ ആക്ച്വലി നമ്മൾ ഈ ഒരു തീമിന് മാത്രം അപ്ലൈ ചെയ്തേ. സോ ഫോണ്ട് ഫാമിലി റെഗുലർ ഇവിടെ മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. സോ ഞാൻ ഈ നൈറ്റ് വേരിയൻറ്റ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. സോ നമുക്ക് നൈറ്റ് മോഡ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. സോ ഇതൊക്കെ എപ്പോഴും ശരിക്കും മറ്റേ ഫോണ്ട് തന്നെയാണ്, ലൈക്ക് റോബോട്ടോ ആണെന്ന് തോന്നുന്നു.
ഓക്കെ, സോ കാര്യങ്ങൾ ഓക്കെ ആണ് ഓൾമോസ്റ്റ്. ഞാൻ ജസ്റ്റ് യൂസർ നെയിം അടിച്ചാൽ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്, ഫോണ്ടൊക്കെ കറക്റ്റ് ആണ് ഓൾറെഡി. സോ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ വർക്കിംഗ് ആണ്. ഒരു കാര്യം നമ്മൾ മിസ് ചെയ്തത്, ഇതിൻ്റെ അകത്ത് എന്തില്ല, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് ഇല്ല. ഓക്കെ, സോ ഈ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യണം. ഇത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് വ്യൂ ആണ്. ഈ ഒരു സാധനത്തിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വ്യൂ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ അത് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലോഗിനിൽ പോയിട്ട് ഡിസൈനിൽ ഒരു ടെക്സ്റ്റ് വ്യൂവിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ടെക്സ്റ്റ് വ്യൂ എവിടെ? ഇവിടെ ഉണ്ട്. സോ പുള്ളിക്കാരനെ വലിച്ചിട്ട് ഈ ഒരു കാർഡ് വ്യൂവിൻ്റെ താഴേക്ക് ഇട്ടു. ഇതിനെ പിടിച്ചിട്ട് അങ്ങോട്ടും വലിച്ചിട്ടു, ഇങ്ങോട്ടും വലിച്ചിട്ടു. ഓക്കെ, സോ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ മാറ്റുകയാണ്. ഇവിടെ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് മാറ്റാം. സോ ഇങ്ങനെ കൊടുത്തു. ആൻഡ് മാർജിൻ ടോപ്പ് ഞാനൊരു 16 കൊടുത്തു. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് അഡീഷണലി സെറ്റ് ചെയ്യാനുണ്ട്. സോ അത് ഫാമിലി ആയിരിക്കും. സോറി, ഫോണ്ട് ഫാമിലി ഞാൻ ബോൾഡ്, കളർ ഞാൻ വൈറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, സോ എന്തായി, ഓൾമോസ്റ്റ് നമ്മുടെ ലോഗിൻ്റെ UI ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ലുക്കിലോട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ എത്തിച്ചിട്ടുണ്ട് UI. സോ റൺ ചെയ്ത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സംഭവം ഓക്കെ ആണ്. സോ ഈ ഐക്കണിൻ്റെ കളറൂടെ മാറ്റാനുണ്ട് ഇവിടെ. സോ നമുക്ക് അതിന് വേറെ പ്രോപ്പർട്ടി ഉണ്ട്, ഇമേജ് വ്യൂവിന് ടിൻഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ടിൻഡ് ആപ്പ് ഗ്രീൻ എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു ആപ്പിൻ്റെ ആ ഒരു ഐക്കൺ ശരിക്കും ഗ്രീൻ കളറാവും. ഓക്കെ, സോ അതോടുകൂടെ കഴിഞ്ഞു നമ്മളത്. ഓക്കെ, സോ അത് രണ്ടെണ്ണത്തിന് സെറ്റ് ചെയ്യുമ്പോൾ സോ ആക്ച്വലി നമ്മുടെ ലോഗിൻ്റെ UI കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് സൈനപ്പിൻ്റെ UI ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഒരു ഫോം, ആക്ച്വലി ഇത് സെയിം ആണ്, നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. ഓക്കെ.